നമസ്കാരം. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അവർ തട്ടിക്കൊണ്ടുപോയ ഒരു ബ്രിട്ടീഷ് വനിതയായിരുന്നു എമിലി ഡമാരിയ. അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഹമാസിൻ്റെ ആക്രമണത്തിൽ അവരുടെ 2 വിരലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എന്നിട്ടും മതിയായ ചികിത്സ പോലും നൽകാതെ തടവറയിലിട്ടവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ഹമാസ് ഭീകരർ. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഒരു ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടിരുന്നത്. ഇനി ഇത്തരത്തിലുള്ള സന്തോഷമുള്ള വാർത്തകൾ പുറത്തു വരട്ടെ എന്നാണ് എമിലി ഡമാരി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നത്. ഇതിനുള്ള കാരണം എന്താണ് എന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 7 എമിലിയെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലുള്ള എമിലി ഏറ്റവും അധികം ദേഹോദ്രവം ചെയ്ത ഒരു ഹമാസ് ഭീകരൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ചാണ് അവർ വിശദമായി തന്നെ ഒരു സമൂഹ മാധ്യമ കുറിപ്പ് ഇട്ടിരുന്നത്. മുഹമ്മദ് നാസർ അലി ഖുനേറ്റ എന്ന ഹമാസ് ഭീകരനാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാൾ ചില്ലറക്കാരനല്ല. ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പ്രധാനമായും പങ്കെടുത്തിരുന്നൊരു വ്യക്തിയാണ് ഇയാൾ. ആളുകളെ അതിക്രൂരമായി കൊല്ലുന്നതിലും പീഡിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ സന്തോഷം കണ്ടെത്തുന്ന അതിക്രൂരനായ ഒരു തീവ്രവാദിയായിരുന്നു ഇയാൾ. എമിലിയെ തട്ടിക്കൊണ്ടുപോയതിന് നേതൃത്വം നൽകിയത് ഇയാളായിരുന്നു. സ്വന്തം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന എമിലിയെ വീട് അതിക്രമിച്ച് കടന്നാണ് ഈ ഭീകരനും സംഘവും തട്ടിക്കൊണ്ടുപോയത്. ഇതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച എമിലിയെ ഇവർ വെടിവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കയ്യിലെ 2 വിരലുകൾ നഷ്ടപ്പെട്ടത്. പല സ്ഥലങ്ങളിൽ ഇവരെ മാറ്റി മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിലും കൂടുതൽ സമയം ഇവർ താമസിച്ചിരുന്നത് ഈ ഖുനേറ്റ എന്ന് പറയുന്ന ഈ തീവ്രവാദിയുടെ വീട്ടിലായിരുന്നു. അങ്ങേയറ്റം മോശമായ പെരുമാറ്റമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. അവിടെ വേറെയും ചില ബന്ദികൾ ഇത്തരത്തിലുണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ വളരെ മോശമായി ക്രൂരമായ രീതിയിലാണ് ഇയാളും ഇയാളുടെ കൂട്ടാളികളും പെരുമാറിയിരുന്നത് എന്നാണ് ഇപ്പോൾ എമിലി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് അവർ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ പലരും ഇപ്പോഴും ബന്ദികളായി തന്നെ കഴിയുകയാണ് എന്നും അവർ കൂടി മോചിക്കപ്പെട്ടാലേ തനിക്ക് സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ എന്നും എമിലി ഡമാരിയ ഈ സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഹമാസിന് വേണ്ടി കൊടിപിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഹമാസിൻ്റെ തടവറകളിൽ മനുഷ്യനെ എത്ര ക്രൂരമായ രീതിയിലാണ് അവർ പീഡിപ്പിച്ചതെന്നാണ്. വെടിയേറ്റിരുന്ന പലരെയും അനസ്തീഷ്യ പോലും നൽകാതെ ഏതോ വ്യാജ ഡോക്ടർമാരോ മുറിവൈദ്യന്മാരെയൊക്കെ വരുത്തി സർജറി നടത്തിയ കഥ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഇവർ ആളുകളോട് പെരുമാറിയത്. പലരെയും ഇവർ കൊന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയും കഴുത്തിയേച്ച് വന്ന സംഭവമൊക്കെ തന്നെ നമുക്കറിയാം. ഇതുപോലെ ഹമാസിൻ്റെ ഏറ്റവും മനുഷ്യത്വമില്ലാത്ത മൃഗീയ സ്വഭാവം കാണിക്കുന്ന ആളുകളെ ഓരോരുത്തരെയായി ഇസ്രായേൽ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, ഞങ്ങളുടെ വേദനിപ്പിച്ചവരെ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ എത്തി അവരെ വധിക്കുമെന്ന്. അതിപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ ഓരോരോ നേതാക്കളെയും അവർ വധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഖുനേറ്റ എന്ന് പറയപ്പെടുന്ന ഈ ഏറ്റവും ഭീകരനായ ഹമാസിൻ്റെ നേതാവിനെയും അവർ വധിച്ചത്. ഹമാസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്നത് 2ാം നിര അല്ലെങ്കിൽ 3ാം നിരയിൽപ്പെട്ട നേതാക്കന്മാർ മാത്രമാണ്. അവരിൽ പോലും ഇസ്രായേലിന് വളരെ വ്യക്തമായി അറിയായിരുന്നു ആരൊക്കെയാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് എന്നും ആരൊക്കെയാണ് ഇസ്രായേലുകാരെ കൂട്ടക്കൊല ചെയ്തതെന്നും ബലാത്സംഗം ചെയ്തതെന്നും എല്ലാമുള്ള കൃത്യമായ കണക്ക് മൊസാദ് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഓരോരുത്തരെയായി അവർ ഇപ്പോൾ വകവരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇസ്രായേലും ഹമാസുമൊക്കെ ഖത്തറിൽ ഈ സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഈ ഹമാസ് നേതാക്കളെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട്. ഹമാസിൻ്റെ പല നേതാക്കൾക്കും അവരുടെ ക്രൂരതയുടെ നിലവാരമനുസരിച്ച് ഓരോ വിചിത്രമായ ഇരട്ടപ്പേരുകളുണ്ട്. യാഹ്യ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരനെന്നും അയാളുടെ സഹോദരൻ ഈയിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവറിനെ ഖാൻ യുനീസിലെ കശാപ്പുകാരനെന്നുമൊക്കെയാണ് പേരുകളുള്ളത്. കാരണം അത്രത്തോളം ക്രൂരന്മാരായിരുന്നു ഇവർ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഖുനേറ്റയും. സ്വന്തം വീട്ടിൽ ബന്ദികളെ കൊണ്ടുപോയി അവിടെ മുറി പൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെയും മർദ്ദിച്ചും അവരെ കൊല്ലാക്കൊല ചെയ്തതിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു ഈ ഖുനേറ്റ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകിയത്. സാധാരണ ഇതിലൊരു വ്യക്തി മരിച്ചാൽ അങ്ങനെ ആരും സന്തോഷം പ്രകടിപ്പിക്കാറില്ല എങ്കിലും എമിലി ഡമാരിയ നിവർത്തി കേടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. കാര്യം അത്രമാത്രം ക്രൂരതകൾ ഹമാസ് തടവറകളിൽ ഇവരെല്ലാവരും അനുഭവിച്ചിരുന്നു, പ്രത്യേകിച്ചും സ്ത്രീകൾ.